ദതിമണ്ഡോദത്തിന് അപ്പുറത്താണ് വളരെ വിസ്തൃതമായ പുഷ്കരമെന്ന് പേരുള്ള ദ്വീപ്. അതിന് ശാഖദ്വീപിൻ്റെ ഇരട്ടിയാണ് വലിപ്പം. ശുദ്ധോദ സമുദ്രമാണ് അതിന് ചുറ്റും, നല്ല വെള്ളം, ശുദ്ധജലമാണ് ആ സമുദ്രത്തിലുള്ളത്. അവിടെ അഗ്നിജ്വാല പോലെ 10 കോടി സ്വർണദളങ്ങളോടുകൂടി വികസിച്ച് നിൽക്കുന്ന ഒരു താമരയുണ്ട്. പരമേഷ്ടിയായ ഭഗവാന്റെ ആസനം, ഇരിപ്പിടമാണത്. ലോകഗുരുവായ അദ്ദേഹം സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കണമെന്ന ആഗ്രഹത്തോടെ നിർമ്മിച്ചതാണ് ഇത്. ഈ താമരയിലാണ് പരമേഷ്ടിയായ ഭഗവാൻ ഇരിക്കുന്നത്. ഈ താമരയെ എന്തിനാണ് നിർമ്മിച്ചത്? ലോകഗുരുവായ അദ്ദേഹം സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കണമെന്ന ആഗ്രഹത്തോടെ തനിക്കിരിക്കാൻ ഒരു ഇരിപ്പിടം നിർമ്മിച്ചു. അതുപോലെ ഈ ദ്വീപിൽ ഒരു പർവ്വതമേ ഉള്ളൂ, മാനസോത്തരം. അത് അപ്പുറമുള്ളത് ഇപ്പുറമുള്ളത് എന്നിങ്ങനെ വർഷത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഈ ദ്വീപിൽ ഒരൊറ്റ പർവ്വതമേ ഉള്ളൂ. മറ്റുള്ളവർക്കൊക്കെ 7 പർവ്വതങ്ങളുണ്ട്, ഇവിടെ അതില്ല, ഒറ്റ പർവ്വതമേ ഉള്ളൂ. മാനസോത്തരം എന്നാണ് ആ പർവ്വതത്തിൻ്റെ പേര്. ആ പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പർവ്വതം സ്ഥിതി ചെയ്യുന്നിടത്ത് അപ്പുറമുള്ളതും ഇപ്പുറമുള്ളതും എന്ന് ആ വർഷത്തെ 2ആയിട്ട് വിഭജിക്കും. അപ്പം ആ പുഷ്കരം എന്ന് പേരുള്ള ദ്വീപ് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന പർവ്വതമായിരിക്കണം ഇത്, ഒറ്റ പർവ്വതം. അതുകൊണ്ടാണ് അവിടെ 7 പർവ്വതങ്ങളില്ലാതെ പോകുന്നത്. മറ്റ് പർവ്വതങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ഈ പർവ്വതം അപ്പുറമുള്ളതും ഇപ്പുറമുള്ളതും എന്നും ആ ഭൂവിഭാഗത്തെ വേർതിരിക്കും. അത് അപ്പുറമുള്ളത് ഇപ്പുറമുള്ളത് എന്നിങ്ങനെ വർഷത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. ഉയരവും നീളവും 10,000 യോജന വീതമാണ്. 4 ദിക്കുകളിലും 4 പുരങ്ങൾ ഉണ്ട്. ഇന്ദ്രാദി ലോകപാലന്മാരുടെ പുരങ്ങളാണ് അവ. ഇവിടെയാണ് ഈ ദിക്പാലകന്മാരുടെ നഗരങ്ങൾ, ഇന്ദ്രാദി ദിക്പാലകന്മാരുടെ പുരങ്ങളാണവ. അതിനുപരിയായി ആദിത്യമാർഗം മേരുവിനെ ചുറ്റിക്കൊണ്ട് ആദിത്യൻ അവിടെ പ്രശോഭിക്കുന്നു. അതിന് മുകളിലാണ്, അതിനുപരിയാണ് ഈ പുഷ്കരദ്വീപത്തിന് പോലുള്ള ഇന്ദ്രാദി ലോകപാലകന്മാരുടെ നഗരങ്ങൾക്ക് ഉപരിയാണ് ആദിത്യമാർഗം, സൂര്യൻ സഞ്ചരിക്കുന്ന വഴി. മേരുവിനെ ചുറ്റിക്കൊണ്ട് ആദിത്യൻ അവിടെ പ്രശോഭിക്കുന്നു. 2 അയനങ്ങളുള്ള സംവത്സരം എന്ന ചക്രം ചുഴറ്റിക്കൊണ്ടാണ് ആദിത്യൻ്റെ സഞ്ചാരം. വളരെ കാവ്യാത്മകമായ ഭാഷയിൽ കാലത്തിൻ്റെ വർണ്ണനയും കൂടിയാണത്. ആദിത്യൻ സഞ്ചരിക്കുമ്പോഴാണ് കാലം മുന്നോട്ട് പോകുന്നത്. ആദിത്യൻ ഈ മേരുപർവ്വതത്തെ ആണ് ചുറ്റുന്നത്. ആദിത്യമാർഗം മേരുവിനെ ചുറ്റിക്കൊണ്ട് ആദിത്യൻ അവിടെ പരിശോഭിക്കുന്നു. 2 അയനങ്ങളുള്ള സംവത്സരം എന്ന ചക്രം ചുഴറ്റിക്കൊണ്ടാണ് ആദിത്യൻ്റെ സഞ്ചാരം. ആദിത്യൻ്റെ ഒരു ചക്രം ചുഴറ്റിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ആ സംവത്സരം എന്ന ചക്രത്തിന് 2 അയനങ്ങളുണ്ട്, ഉത്തരായനവും ദക്ഷിണായനവും. പ്രിയവ്രത പുത്രനായ വീതിഹോത്രൻ തൻ്റെ 2 പുത്രന്മാരെയും അവരുടെ പേരുള്ള രമണം, ധാതകി എന്നീ വർഷങ്ങളുടെ അധിപതികളാക്കി വാഴിച്ചു. ഇവിടെ 2 പേരേ ഉള്ളൂ. കാരണം ഈ പുഷ്കരത്തിന് 2 വിഭാഗങ്ങളേ ഉള്ളൂ. പൂർവികന്മാരെ പോലെ ആ പരമപുരുഷന്മാരും ആ വർഷപുരുഷന്മാരും ഭഗവത് ഭക്തി തത്പരരായി ബ്രഹ്മസ്വരൂപിയായ പരമേശ്വരനെ കർമ്മയോഗ വിധിപ്രകാരം നിത്യവും പൂജിക്കുന്നു. കർമ്മത്തിൻ്റെ ഫലരൂപിയായി കരുതപ്പെടുന്ന ഏകാന്തവും അദ്വയവും ശാന്തവുമായ ബ്രഹ്മലിംഗത്തെ അവർ വണങ്ങുന്നു. അവിടെ എത്തിയപ്പോൾ അത് ശൈവമായി. ആ മഹാദേവനെ, ആ പരമേശ്വരനെ അവരാരാധിക്കുന്നു. കർമ്മയോഗ വിധിപ്രകാരമാണ് ആരാധിക്കുന്നത്. കർമ്മം എന്ന് പറയുന്നത് ഉപാസനാകാന്ഡമാണ്. ആ ഉപാസനാകാന്ഡത്തിലെ വിധികൾ അനുസരിച്ചിട്ടാണ് നിത്യവും പൂജിക്കുന്നത്. കർമ്മത്തിൻ്റെ ഫലരൂപിയായി കരുതപ്പെടുന്ന ഏകാന്തവും അദ്വയവും ശാന്തവുമായ ബ്രഹ്മലിംഗത്തെ, കർമ്മയോഗം ചെയ്താൽ പ്രവൃത്തിയാണത്, പ്രവൃത്തിയെ യോഗമാക്കി മാറ്റിയാൽ, പ്രവൃത്തിയെ ഈശ്വരോന്മുഖമാക്കിയാൽ ഏകാന്തവും ഏകവും അദ്വയവുമായ പരമമായ സ്ഥാനമാണ് ലഭിക്കുക എന്ന് സൂചിപ്പിക്കുന്നു
വേദവ്യാസൻ ഇവിടെ. ഫലരൂപിയായി ആ കർമ്മത്തിൻ്റെ ഫലരൂപിയായി കരുതപ്പെടുന്ന ഏകാന്തവും അദ്വയവും രണ്ടില്ലാത്ത അവസ്ഥ, ശാന്തവുമായ ബ്രഹ്മലിംഗത്തെ അവർ വണങ്ങുന്നു. ഇവിടെ ദേവീ ഭാഗവതം 8-ാം സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇത് ശ്രീ ദേവീ ഭാഗവതേ അഷ്ടമസ്കന്ധേ ത്രയോദശോധ്യായ. ഇനി 14-ാമത്തെ അധ്യായം. അഥ ചതുർദശോധ്യായ. ശ്രീനാരായണ ഉവാച. ശ്രീനാരായണൻ തുടർന്ന് നാരദരോട് പറയുകയാണ്, ശുദ്ധോദത്തിനപ്പുറം പ്രകാശമാനമായ ലോകത്തിനും പ്രകാശരഹിതമായ അലോകത്തിനും മധ്യേ ലോകാലോകം എന്നു പേരുള്ള പർവ്വതം സ്ഥിതി ചെയ്യുന്നു. പ്രകാശമാനമായ ലോകം, പ്രകാശരഹിതമായത് അലോകം. ഇന്ദ്രിയങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ലോകം. ഇന്ദ്രിയങ്ങൾക്ക് വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തത് അലോകം. അങ്ങനെ ശുദ്ധോദത്തിനപ്പുറം പ്രകാശമാനമായ ലോകത്തിനും പ്രകാശരഹിതമായ അലോകത്തിനും മധ്യേ ലോകാലോകം എന്നു പേരുള്ള പർവ്വതം സ്ഥിതി ചെയ്യുന്നു. മഹർഷിയെ, ശുദ്ധോദത്തിനപ്പുറത്ത് മാനസോത്തരത്തിൽ നിന്ന് സുമേരുവിലേക്ക് എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം വരുന്ന ഭൂമി പ്രാണികളും മറ്റും വസിക്കുന്നതാണ്. അതിനപ്പുറത്തായി സ്വർണമയമായ ഒരു പ്രദേശമുണ്ട്. കണ്ടിട്ട് തന്നെ എഴുതിയതായിരിക്കണം, അല്ലെങ്കിൽ ഈ ദൂരമൊക്കെ കൃത്യമായിട്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? മഹർഷിയെ, ശുദ്ധോദത്തിനപ്പുറത്ത് മാനസോത്തരത്തിൽ നിന്ന് സുമേരുവിലേക്ക് എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം വരുന്ന ഭൂമി പ്രാണികളും മറ്റും വസിക്കുന്നതാണ്. അതിനപ്പുറത്തായി സ്വർണമയമായ ഒരു പ്രദേശമുണ്ട്. കണ്ണാടി പോലെ തിളങ്ങുന്ന ആ പ്രദേശത്ത് ഒരു പ്രാണി പോലും ഇല്ല. സുവർണമയമായതുകൊണ്ട് തൃണാദികൾ പോലും, പുല്ലുകൾ പോലും ഇല്ല. ദേവഗണങ്ങളുടെ വിഹാരഭൂമിയാണിത്. ഏത് സാധനം അവിടെ ഇട്ടാലും അത് തിരികെ കിട്ടുകയില്ല, അത് സ്വർണമയമായി തീരും. അതുകൊണ്ട് സർവപ്രാണികളും അവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ലോകാലോകം എന്ന പ്രസിദ്ധി ഈ പർവ്വതത്തിന് ലഭിച്ചിരിക്കുന്നത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ലോകാലോകം എന്ന പ്രസിദ്ധി ഈ പർവ്വതത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകാലോകങ്ങൾക്കിടയ്ക്ക് ഈ പർവ്വതം സദാ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ലോകാലോകം എന്ന പ്രസിദ്ധി ഈ പർവ്വതത്തിന് ലഭിച്ചിരിക്കുന്നത്. ലോകാലോകങ്ങൾക്കിടയ്ക്ക് ഈ പർവ്വതം സദാ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. 3 ലോകങ്ങളുടെയും അതിർത്തിയായി ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന പർവ്വതമാണിത്. സൂര്യൻ തുടങ്ങി ധ്രുവൻ വരെയുള്ള നക്ഷത്രഗോളങ്ങൾക്കൊന്നിനും ഈ പർവ്വതമുള്ളത് നിമിത്തം തൊട്ടടുത്ത് ചുറ്റുവട്ടത്തിൽ കുത്തനെ രശ്മികൾ തൂകാമെന്നല്ലാതെ ഒരിക്കലും പുറത്തേക്ക് രശ്മികൾ ചൊരിയാൻ കഴിയുകയില്ല. സൂര്യൻ തുടങ്ങി ധ്രുവൻ വരെയുള്ള നക്ഷത്രഗോളങ്ങൾക്കൊന്നിനും ഈ പർവ്വതമുള്ളത് നിമിത്തം, ലോകാലോകം എന്ന പർവ്വതമുള്ളത് നിമിത്തം തൊട്ടടുത്ത് ചുറ്റുവട്ടത്തിൽ കുത്തനെ രശ്മികൾ തൂകാമെന്നല്ലാതെ ഒരിക്കലും പുറത്തേക്ക് രശ്മികൾ ചൊരിയാൻ കഴിയുകയില്ല. ഒരു കോട്ട പോലെയാണ് ഈ പർവ്വതം. അത്രത്തോളം ഉയരവും അതിന് യോജിച്ച വിസ്താരവുമുണ്ട് ആ മഹാപർവ്വതത്തിന്. ഇത്രത്തോളമാണ് അതിൻ്റെ ആകൃതിയും കിടപ്പും. അളവും ലക്ഷണങ്ങളും കൊണ്ട് പണ്ഡിതന്മാർ 50 കോടി യോജന വലിപ്പമുണ്ടെന്ന് കണക്കാക്കിയിട്ടുള്ള ഭൂഗോളത്തിൻ്റെ 1/4 ആ ലോകാലോക പർവ്വതം. ഭൂഗോള വർണ്ണനയാണ് ഈ ചെയ്യുന്നത്. ആ ലോകാലോക പർവ്വതം. ഹേ നാരദ, അതിൻ്റെ മുകളിൽ 4 ദിക്കുകളിലായി ആത്മയോനിയായ ബ്രഹ്മാവ് 4 ദിഗ്ഗജങ്ങളെ നിർത്തിയിട്ടുണ്ട്. ഈ ഭൂഗോളത്തിൻ്റെ ലോകാലോക പർവ്വതത്തിൻ്റെ മുകളിൽ 4 ദിക്കുകളിലായിട്ട് ആത്മയോനിയായ ബ്രഹ്മാവ്, ബ്രഹ്മദേവൻ, ഈ സൃഷ്ടികളെ മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ഉരുത്തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ബ്രഹ്മാവ് 4 ദിഗ്ഗജങ്ങളെ നിർത്തിയിട്ടുണ്ട്. അവയുടെ പേരും കേട്ടുകൊള്ളുക. എല്ലാത്തിനും പേരുണ്ട്. ഇത്രയധികം പേരിടണമെങ്കിൽ തന്നെ ഒരു പ്രതിഭയാണെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇവിടെ അച്ഛനമ്മമാർക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പം ആ കുഞ്ഞിന് പേരിടാൻ നമ്മൾ നെട്ടോട്ടം ഓടുന്നത് കാണാം. ഒരു കുഞ്ഞിന് പേരിടാനാണ്. ഒരു കുഞ്ഞിന് പേരിടാൻ വലിയ പ്രയാസമാണ്. ഒരുപാട് പേരുകൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തൊക്കെ ഇടുകയാണ്.
ഇവിടെ അനായാസേനയാണ് ഇത്രയധികം പർവ്വതങ്ങൾക്കും നദികൾക്കും സ്ഥലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ദേവതകൾക്ക് പോലും പേരിട്ടിരിക്കുന്നത്. ഇനി ആ 4 ദിഗ്ഗജങ്ങളുടെ പേരുകൾ പറയാൻ പോവാണ്. ഋഷഭൻ, പുഷ്പചൂടൻ, വാമനൻ, അപരാജിതൻ, ഇങ്ങനെയാണ് അവയുടെ പേര്. ഇവരാണ് സമസ്ത ലോകത്തിൻ്റെയും നിലനിൽപ്പിന് കാരണക്കാർ എന്ന് പറയപ്പെടുന്നു. ഇവർക്കും സ്വാംശഭൂതരായ മഹേന്ദ്രാദി ലോകപാലന്മാർക്കും ഒട്ടേറെ വീര്യം പകരുന്ന ഭഗവാൻ ശ്രീഹരി തൻ്റെ വിശുദ്ധ സത്വത്തെയും ഐശ്വര്യത്തെയും വളർത്തിക്കൊണ്ട് അഷ്ടൈശ്വര്യ സിദ്ധികളോടുകൂടി വിശ്വക്സേനാദികളാൽ പരിസേവിതനായി വരായുധങ്ങൾ ധരിച്ച ആ കൈകളോടെ സമസ്ത ലോകങ്ങളുടെയും മംഗളത്തിന് വേണ്ടി ആ പർവ്വതത്തിൽ കുടികൊള്ളുന്നു. അവിടെ കുടികൊള്ളുന്നത് ശ്രീഹരിയാണ്. അപ്പം നമുക്കൊരു സംശയം വരും, ദേവീ ഭാഗവതമല്ലേ നമ്മൾ വായിക്കുന്നത്? ഇതിലിപ്പം ദേവിയെ കുറിച്ച് അധികമൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇത് പറയുന്ന ഈ ഭാഗങ്ങളിൽ, ഈ ദേവീ ഭാഗവതത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ ശ്രീഹരിയെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ദേവിയും ശ്രീഹരിയും ശ്രീമൻ നാരായണൻ, മഹാവിഷ്ണു, ഇതൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ശ്രീഹരി എന്ന് പറഞ്ഞാലും മഹാദേവി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ഇവർക്കും ഇവരാണ് ഈ 4 ദിഗ്ഗജങ്ങളാണ് സമസ്ത ലോകത്തിൻ്റെയും നിലനിൽപ്പിന് കാരണക്കാർ എന്ന് പറയപ്പെടുന്നു. ഇവർക്കും, അതായത് ഈ 4 ദിഗ്ഗജങ്ങൾക്കും സ്വാംശഭൂതരായ മഹേന്ദ്രാദി ലോകപാലന്മാർക്കും ഒട്ടേറെ വീര്യം സ്വാംശഭൂതരായ, ഭഗവാന്റെ തന്നെ അംശത്തിൽ നിന്നാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. സ്വാംശഭൂതരായ മഹേന്ദ്രാദി ലോകപാലന്മാർക്കും ഒട്ടേറെ വീര്യം പകരുന്ന ഭഗവാൻ ശ്രീഹരി തൻ്റെ വിശുദ്ധ സത്വത്തെയും ഐശ്വര്യത്തെയും വളർത്തിക്കൊണ്ട് അഷ്ടൈശ്വര്യ സിദ്ധികളോടുകൂടി വിശ്വക്സേനാദികളാൽ, മഹാവിഷ്ണുവിൻ്റെ പരിവാര ദേവതകളാണ് അതൊക്കെ, വിശ്വക്സേനാദികളാൽ പരിസേവിതനായി വരായുധങ്ങൾ, ശ്രേഷ്ഠമായ ആയുധങ്ങൾ ധരിച്ച കൈകളോടെ സമസ്ത ലോകങ്ങളുടെയും മംഗളത്തിനു വേണ്ടി ആ പർവ്വതത്തിൽ കുടികൊള്ളുന്നു. സനാതനനായ ഹരി കൽപ്പാന്തം വരെ ഈ വേഷത്തിൽ ആത്മമായയാൽ വിരചിതമായ ഈ ലോകത്തെ രക്ഷിക്കാനായി അവിടെ വസിക്കുന്നു. ഭഗവാന്റെ മായയാൽ ആണ് ഈ ലോകം രചിക്കപ്പെട്ടിട്ടുള്ളത്. മായയാൽ രചിക്കപ്പെട്ട ഈ ലോകം ഇല്ലാത്തതായിരുന്നുവെങ്കിൽ അതിനെ രക്ഷിക്കാൻ എന്തിനാ ശ്രീഹരി അവിടെ വസിക്കുന്നത്? അപ്പോൾ അവിടെ മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നുള്ള അർത്ഥമല്ല, ഉണ്ടോ ഇല്ലയോ എന്നറിയാത്തത് എന്നും അർത്ഥമല്ല. മായ എന്ന് പറഞ്ഞാൽ അളവില്ലാത്തതിനെ അളന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രിക്കുന്ന സ്വശക്തി, സ്വസ്വാതന്ത്ര്യ ശക്തി എന്നാണ് അവിടെ അർത്ഥം. ആ സ്വസ്വാതന്ത്ര്യ ശക്തിയാൽ വിരചിതമായ ലോകത്തെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഭഗവാൻ അറിയില്ലേ ഇത് മായയാണ്, ഇല്ലാത്തതാണെന്ന്. ഇല്ലാത്ത ഒരു സാധനത്തിനെ രക്ഷിക്കാൻ ആരെങ്കിലും എവിടെയെങ്കിലും നിൽക്കുമോ? പ്രത്യേകിച്ചും ഭഗവാൻ. നമ്മളൊക്കെ നിന്നാൽ പോട്ടെ, വിവരമില്ലാഞ്ഞിട്ടാന്ന് പറയാം. ഭഗവാൻ അങ്ങനെ നിൽക്കുമോ? അല്ലെങ്കിൽ ഭഗവാനെ അങ്ങനെ നിർത്തുമോ വേദവ്യാസൻ? വ്യാസഭഗവാന്റെ ദൃഷ്ടിയിൽ ഈ ലോകം ഇല്ലാത്തതായിരുന്നുവെങ്കിൽ ആ ഇല്ലാത്ത ലോകത്തെ മായാശക്തിയാൽ ഭഗവാൻ നിർമ്മിച്ചതാണ് എങ്കിൽ ഭഗവാൻ ഭഗവാൻ അറിയില്ല ഇതിൽ രക്ഷിക്കാനൊന്നുമില്ല എന്ന്. അപ്പോൾ അവിടെ രക്ഷിക്കാനായിട്ട് വസിക്കുന്നത് എന്തിനാ? അപ്പോൾ അങ്ങനെയല്ല, ലോകത്തെ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ഇത് പരിമിതമായതാണ്, അപരിമിതമായതല്ല, ഇൻഫിനിറ്റ് അല്ല, ഫൈനൈറ്റാണ്. സനാതനനായ ഹരി കൽപ്പാന്തം വരെ ഈ വേഷത്തിൽ ആത്മമായയാൽ വിരചിതമായ ഈ ലോകത്തെ രക്ഷിക്കാനായി അവിടെ വസിക്കുന്നു. ലോകത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം അവിടെ വസിക്കുന്നത്. ലോകാലോക പർവ്വതത്തിൻ്റെ അന്തർവിസ്താരം, അതായത് മേരുവിൻ്റെ ഒരു വശത്തെ ഭൂവിസ്താരമായിട്ടാണ് വിവരിച്ചത്. അത് 12.5 കോടി യോജനയാണ്. കാരണം അതിനപ്പുറത്താണല്ലോ ലോകാലോക പർവ്വതം. ലോകാലോക പർവ്വതത്തിനപ്പുറം അഥവാ അലോകത്തിനും അപ്പുറം യോഗേശ്വരന്മാർ എത്തിച്ചേർന്ന വിശുദ്ധ സ്ഥാനം എന്ന് പറയുന്നു. ലോകാലോക പർവ്വതത്തിനപ്പുറം അഥവാ അലോകത്തിനും അപ്പുറം, ആ ഇരട്ടിനും, നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളതിനും അനുഭവവേദ്യമല്ലാത്തതിനും അപ്പുറം, ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയാതീതമായ തലം എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകാലോക പർവ്വതത്തിനപ്പുറം അഥവാ അലോകത്തിനും അപ്പുറം യോഗേശ്വരന്മാർ എത്തിച്ചേർന്ന വിശുദ്ധ സ്ഥാനമാണെന്ന് പറയുന്നു.
ഭൂസ്വർഗങ്ങളുടെ മധ്യത്തിൽ ഒരു അണ്ഡമധ്യത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യനും അണ്ഡഗോളത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ വിസ്തൃതി 25 കോടിയാണ്. മൃതമായ അചേതനമായ അണ്ഡത്തിൽ നിന്നുണ്ടായതിനാൽ രവി മാർത്താണ്ഡനാമാവായി. മൃതമായ അചേതനമായ അണ്ഡത്തിൽ നിന്നുണ്ടായതിനാൽ രവി സൂര്യൻ മാർത്താണ്ഡനാമാവായി. മാർത്താണ്ഡൻ എന്നുള്ള പേര് സൂര്യൻ അങ്ങനെയാണ് വരുന്നത്. ഹിരണ്യാണ്ഡത്തിൽ നിന്ന് സ്വർണാണ്ഡത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്നുള്ള പേരും ഉണ്ട്. സൂര്യനാണ് ദിക്ക്, അന്തരീക്ഷം, ആകാശം, ഭൂമി ഇവയെ വേർതിരിക്കുന്നത്. അതുപോലെ ഭോഗമോക്ഷ പ്രദേശങ്ങളെയും നരകങ്ങളെയും അതലാദികളെയും വിഭജിക്കുന്നതും ആദിത്യൻ തന്നെ. കാരണം സൂര്യനെ നോക്കിയിട്ടാണ് ദിക്കുകളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ സൂര്യനാണ് ഇതിനെയെല്ലാം വിഭജിക്കുന്നത്. ദേവന്മാർ, തിര്യക്കുകൾ, ലതാദികൾ തുടങ്ങി സർവ്വജീവജാലങ്ങൾക്കും സൂര്യനാണ് ജീവനും കാഴ്ചയും നൽകുന്ന ഈശ്വരൻ. ഫോട്ടോസിന്തസിസ് ഒക്കെ ശാസ്ത്രലോകം, ആധുനിക ശാസ്ത്രലോകം തിരിച്ചറിയുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ മഹർഷീശ്വരന്മാർക്ക് അറിയാമായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ആ മഹർഷീശ്വരന്മാർക്ക് എങ്ങനെ അറിയാം ആദിത്യനിൽ നിന്നാണ് ജീവൻ നിലനിൽക്കുന്നതെന്ന്, ആദിത്യനെ ആശ്രയിച്ചാണ് ജീവൻ നിലനിൽക്കുന്നത് എന്ന്. അപ്പോൾ ആ അറിവാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. സർവ്വജീവജാലങ്ങൾക്കും സൂര്യനാണ് ജീവൻ, കാഴ്ചയും. സൂര്യനിലേക്ക് കാണാൻ സാധിക്കില്ല, വെളിച്ചമാണ് സൂര്യൻ. കാണണം എന്നുണ്ടെങ്കിൽ വെളിച്ചം വേണം. അപ്പം നമ്മുടെ കാഴ്ചയ്ക്കും നമ്മുടെ ജീവനും ആധാരമായി നിൽക്കുന്നത് സൂര്യനാണ്. സർവ്വജീവജാലങ്ങൾക്കും സൂര്യനാണ് ജീവനും കാഴ്ചയും നൽകുന്ന ഈശ്വരൻ. ഇത്രയുമൊക്കെയാണ് ഭൂമണ്ഡലത്തിൻ്റെ സ്ഥിതി എന്ന് പറയാം. അറിവുള്ളവർ ഈ രീതിയിൽ തന്നെ ദ്യുമണ്ഡലത്തെയും അളന്ന് കണക്കാക്കിയിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളെയും അന്തരീക്ഷത്തെയും ഒക്കെ അറിവുള്ളവർ ഈ രീതിയിൽ തന്നെ അളന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ അമരച്ചെടിയുടെ 2 ഇലകളിൽ ഒന്നുകൊണ്ട് മറ്റേതിനെയും ഊഹിക്കാമല്ലോ, അതുപോലെ ഒരു ചെടിയുടെ ഒരു ഇലയെ നമുക്ക് മനസ്സിലായാൽ മറ്റിലകളെയൊക്കെ മനസ്സിലാക്കാമല്ലോ, അതുപോലെ 2 ഇടങ്ങൾക്കുള്ള ഇട എന്ന പോലെ ദ്യുലോകം എന്ന് പറഞ്ഞാൽ സ്വർഗലോകം എന്നർത്ഥം. അപ്പോൾ അറിവുള്ളവർ ഈ രീതിയിൽ തന്നെയാണ്, ഭൂമിയെ പോലെ തന്നെയാണ് സ്വർഗത്തെയും വിഭജിക്കുന്നത്. ഇത് രണ്ടും ഒരു വള്ളിയിലെ 2 ഇലകളാണ്. അമര ചെടിയുടെ 2 ഇലകളിൽ നിന്നുകൊണ്ട് ഒന്ന് കൊണ്ട് മറ്റേതിനെയും ഊഹിക്കാമല്ലോ. ഒന്ന് മനസ്സിലാക്കിയാൽ മറ്റേതിനെ മനസ്സിലാക്കാൻ സാധിക്കും. 2 ഇടകൾക്കുള്ള ഇട എന്ന പോലെ ഭൂസ്വർഗങ്ങൾക്കിടയ്ക്ക് അന്തരീക്ഷം സ്ഥിതി ചെയ്യുന്നു. അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നവനും കത്തിജ്വലിക്കുന്നവനുമായ ഭഗവാൻ ആദിത്യൻ 3 ലോകത്തിനും വെളിച്ചം നൽകി തപിപ്പിക്കുന്നു. ചൂടും നൽകുന്നത് ഈ സൂര്യന്. ചൂടും വേണം ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ. മരിച്ചുപോയി കഴിഞ്ഞാൽ തണുത്തു പോകും ശരീരം. അപ്പോൾ ഈ ചൂട് നൽകുന്നതും കാഴ്ച നൽകുന്നതും ജീവൻ നൽകുന്നതും ഒക്കെ സൂര്യനാണ്. അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലായി സൂര്യൻ സ്ഥിതി ചെയ്യുന്നവനും കത്തിജ്വലിക്കുന്നവനുമായ ഭഗവാൻ ആദിത്യൻ 3 ലോകത്തിനും വെളിച്ചം നൽകി തപിപ്പിക്കുന്നു. ഉത്തരായണത്തിലെത്തിയിട്ട് ഗതിക്ക് മാന്ദ്യവും ഉണ്ടാക്കുന്നു. ഉത്തരായണത്തിൽ പതുക്കിയാ പോവുക, അതുകൊണ്ടാണ് പകലുകൾക്ക് നീളം കൂടുതൽ. ഉച്ചസ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിമിത്തം പകൽ ഏറി വരുന്നു. ദക്ഷിണായനമാകുമ്പോൾ ഗതിക്ക് വേഗം കൂട്ടുന്നു. അവരോഹണ സ്ഥാനത്തേക്കുള്ള പോക്കായതിനാൽ പകൽ കുറഞ്ഞു വരുന്നു. സൂര്യൻ്റെ ആരോഹണാവരോഹണങ്ങൾക്കനുസരിച്ച് ഉത്തരായന ദക്ഷിണായനങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുകയും കുറയുകയും ചെയ്യുന്നു. വിഷുവത് എന്നു പേരുള്ള ദിവസങ്ങളിൽ എത്തുമ്പോൾ ഗതിക്ക് സാമ്യം വരുന്നു. വിഷു സമാനം, രാവും പകലും ഒരേ ദൈർഘ്യമുള്ള സമയം. വിഷുവത് എന്നു പേരുള്ള ദിവസങ്ങളിൽ എത്തുമ്പോൾ ഗതിക്ക് സാമ്യം വരുത്തുന്നു. സമസ്ഥാനമായതുകൊണ്ട് രാപ്പകലുകൾ തുല്യങ്ങളാക്കുകയും ചെയ്യുന്നു. എപ്പോഴാണോ മേടം, തുലാം എന്നീ രാശികളിൽ ദിവാകരൻ സഞ്ചരിക്കുന്നത്, മേടമാസത്തിലും തുലാമാസത്തിലും,
അപ്പോൾ ആ വേദമയൻ ദിനരാത്രങ്ങളെ തുല്യമാക്കുന്നു. രണ്ട് തുല്യമായ ദിനരാത്രങ്ങൾ, ഒന്ന് മേടത്തിലും മറ്റൊന്ന് തുലാത്തിലും. ഇടവം തുടങ്ങിയ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ പകൽ വർദ്ധിക്കുന്നു, രാത്രി കുറയുകയും ചെയ്യുന്നു. വൃശ്ചികം തുടങ്ങിയ രാശികളിൽ ആദിത്യൻ സഞ്ചരിക്കുമ്പോൾ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം നേരെ വിപരീതമായിരിക്കും. ഇവിടെ ശ്രീ ദേവി ഭാഗവതം 8-ാം സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതി ശ്രീ ദേവി ഭാഗവതേ 8മസ്കന്ധേ 14-ോധ്യായ.